അവൾക്ക് ഒരു പെൺകുട്ടിയാണുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു 10 വയസ്സായി കാണും. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അവന്റെ കൂടെ പോയത്. പല രീതിയിലും പല പ്രാവശ്യവും കേസും വഴക്കവും കോടതിയൊക്കെ കയറി ഇറങ്ങിയതാണ്. വീണ്ടും അവൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അവൻ ഇന്ന് ഇല്ലെങ്കിൽ നാളെ അവൻ നന്നാവും, അല്ലെങ്കിൽ അവർക്ക് ജീവിതമുണ്ട് എന്ന് വിചാരിച്ചാണ് ഈ കുട്ടി അവനെ ഫോളോ ചെയ്തത്. കൂടാതെ കണ്ട് ബന്ധുക്കൾ നിങ്ങൾ പരമാവധി അതിൽ നിന്ന് എല്ലാവരും മുത്തശ്ശി ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചു. പിന്നെ അടുപ്പിക്കാനും ശ്രമിച്ചു. കാരണം അവൻ ഇത് വേണം. കുട്ടിയുണ്ട്, കുഞ്ഞിനെ വളർത്തണം. കുട്ടിക്ക് തന്തയില്ലാതെ വരും. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചേ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന്. കാരണം നല്ല രീതിയിൽ അവര് ഇടയ്ക്കിടയ്ക്ക് ജീവിക്കും, വീണ്ടും കൊണ്ടുവരും. 3 മാസം അല്ലെ 2 മാസം. അവൻ മദ്യപിച്ച് കഴിയുമ്പോൾ വളരെ ക്രൂരനാണ്. അത് കഴിയുമ്പോൾ അടുത്ത ദിവസം വീണ്ടും കാല് പിടിച്ച് കരഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പല പ്രാവശ്യമായത്. പിന്നെ സ്മാർട്ടായിരുന്നു അല്ലേ? സ്മാർട്ട് നല്ല ബോൾഡായ മിടുക്കിയാണ് അവള്. പഠിക്കാൻ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്ങനെ അവള് പിടിച്ചു നിൽക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. നേരത്തെ ആവാമായിരുന്നു അല്ലേ? അതെ. അത്രയേറെ പീഡനങ്ങളേറ്റു. അവന്റെ സ്വഭാവം മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും അവളും അവന്റെ കൂടെ പോയി കുട്ടിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അവള് പോയിരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോ എന്താ താങ്കൾക്ക് തോന്നുന്നത് അമ്മാവനെന്ന്? എന്റെ കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടുള്ള വിശ്വാസത്തോടെ വീണ്ടും അവന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞുവിടാൻ കാരണം അത്രയ്ക്കും പക്വതയായിരുന്നു അവള്. നല്ല ബോൾഡായുള്ള സംസാരത്തിനും പ്രവൃത്തിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എല്ലാം ഇടിക്കുകയായിരുന്നു. ഇവൻ കാണുമ്പോൾ ശരിക്കും ഒരു സൈക്കോപാത്തിനെ പോലെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട്. മദ്യപിച്ച് കഴിയുമ്പോൾ അവനിവിടെ എല്ലാം ഈ അയലത്ത് കൂടെ ഒക്കെ വരുമായിരുന്നു രാത്രി കാലങ്ങളിൽ ഇവൾ അകന്നിരുന്ന സമയത്ത്. പിന്നെ അമ്മുമ്മയും മുത്തശ്ശിയും ഞാനും അവന്റെ ചിറ്റപ്പനും എല്ലാം കൂടെ ചേർന്ന് വീണ്ടും അവന്റെ കൂടെ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ വിചാരിച്ചു ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഈ കാണുന്ന വീഡിയോ ആണ് അവസാനം അയച്ചു തന്നത്. കുഞ്ഞിന് മൊബൈലാണ് അയച്ചു കൊടുത്തത്, മകളുടെ മൊബൈലില്. പിന്നെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. പിന്നെ മരണവാർത്തയാണ് നാട്ടിൽ അറിയുന്നത്. ഒരു ഷാർജയിലാണ് താമസം. അയച്ചു കൊടുത്തത് വീഡിയോ ഇവിടുത്തെ ഒരു 4 മണിയാ. 4 ഇവിടുത്തെ ഒരു 5:30 രാവിലെ. ഇവിടെ കിട്ടിയത് എപ്പോഴാണ്? 5:30 രാവിലെ. ശരി, അത് 5:30. 5:30 വാട്സപ്പ് ഇത് വന്നിട്ടുള്ളത്. വളരെ ഞങ്ങൾക്കൊരിക്കലും നല്ല ബോൾഡിംഗ് ഉള്ള കുഞ്ഞായിരുന്നു. മിടുക്കിയായിരുന്നു. അവള് പിടിച്ചു നിൽക്കും എന്നുള്ള 100% വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഞങ്ങൾക്ക്. ആദ്യം ഈ സ്വർണം കുറഞ്ഞു ശ്രീധനം അല്ല പ്രശ്നം. ശ്രീധനും അല്ല, ഇത് മദ്യപാനം സൈക്കോയി മാറുക. ശ്രീധനത്തിന്റെ കാര്യമൊന്നുമില്ല. അവന് അതെല്ലാം കുറച്ചെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നെങ്കിലും അതിനെപ്പറ്റി ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ ഇതായിരുന്നു. പക്ഷെ നല്ല പണിക്കാരും ഒക്കെയാണ്. പക്ഷെ മദ്യപിച്ച് കഴിയും വീണ്ടും പ്രശ്നം. മാസത്തിൽ 2-3 പ്രാവശ്യം വിഷയങ്ങളാണ്. കുഞ്ഞിനെ അച്ഛനെ പേടിയായിരുന്നു. കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും അറിയാം. കുഞ്ഞിനെ വളരെ പേടിയാ. കുഞ്ഞിനെ ഒരിക്കലും അവൻ സ്നേഹിച്ചിട്ടില്ല. മറ്റേ ഭാര്യ എന്ന രീതി അവളെ കൊണ്ടു നടക്കുമായിരുന്നു. വീണ്ടും ചവിട്ടിത്തേച്ച് ഇവിടെ കൊണ്ടുവിടും, വീണ്ടും വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവളെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അവൾ വീണ്ടും ദുബായ് അവിടെ കൂടെ ഷാർജയ്ക്ക് പോയതാണ്.